നമുക്ക് കൈയടിക്കാനും സ്തോത്രം പറയാനും ഒന്നും ലഭിച്ചില്ല എങ്കിലും ദൈവത്തിൻ്റെ വചനമാണല്ലോ നമ്മൾ കേട്ടത്. അപ്പം എന്തോ ഈ കൈ അടിപ്പിക്കുന്നത് പലപ്പോഴും ഇച്ചിരി ഉപായം ചേർക്കണം, ഇച്ചിരി കൗശലവും. നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നീ അവിടെ പോകും, ഇപ്പം പോകും, നാളെ പോകും, ഇളകും. ഒരല്പം ദ്രവ്യാഗ്രഹത്തിൻ്റെ കാര്യം പറ, ഒരല്പം ഈ ലോകത്തിൻ്റെ കാര്യം പറ, പെട്ടെന്ന് ഇളകും. ആത്മാവിൽ ഇളകുന്നവരുണ്ട് കേട്ടോ, അത് ഇളകണം. ആത്മാവിൻ്റെ തെരഞ്ഞെടുപ്പും ആത്മാവിൻ്റെ കരുണയും ആത്മാവിൻ്റെ കൃപയും ഓർത്ത് ഇളകുന്നത് ഇളകണം. അതാണ് പെന്തിക്കോസിന്റെ ശക്തി. അല്ലാതെ ജഡത്തിന്റെ കാര്യം പറയുമ്പോൾ, ഇഹലോക കാര്യം പറയുമ്പോൾ കൈയടിച്ച് വേറെ മണ്ഡലത്തിലാകുന്നത് മറ്റൊരു സുവിശേഷവും മറ്റൊരേശുവും മറ്റൊരാത്മാവുമാണെന്ന് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണമേ. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കൈയടിക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഉണരാം, നിത്യതയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ലോകത്തിലെ ഒരു കാര്യം പറയുമ്പോഴല്ല സടകുടഞ്ഞെഴുന്നേക്കണ്ടേ. പൗലോസ് പറയുക, എന്റെ സന്ദേശം മാറ്റാൻ ഞാൻ പോകുന്നില്ല. ഇനി ആരും വിളിച്ചാലും ഇല്ലെങ്കിലും, ചർച്ചിൽ ഉള്ളവരൂടെ പോകാൻ നിന്നാലും, ഈ സുവിശേഷം, ഏത് സുവിശേഷം? ഈ ശ്രേഷ്ഠകരമായ യേശുവിന്റെ സുവിശേഷം വിൽക്കുവാനായി കച്ചവട ചരക്കാക്കാൻ എന്നെ കിട്ടത്തില്ല. മരണക്കിടക്കയിൽ എനിക്ക് വിളിച്ചു പറയണം, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ ഉപായം ഉപയോഗിച്ചിട്ടില്ല, ഞാൻ വചനത്തോട് കൂട്ടിച്ചേർത്തിട്ടില്ല. ഇത് മറഞ്ഞിരിക്കുന്നവന് വേണ്ടി ശുശ്രൂഷ മാറ്റാനുള്ളതല്ല. ഇന്നെന്താ സംഭവിക്കുന്നതെന്നറിയാം? പലർക്കും ഈ സുവിശേഷം മറഞ്ഞിരിക്കുക. ഈ മറഞ്ഞിരിക്കുന്നവന് വേണ്ടി നമ്മൾ വേറൊരു സുവിശേഷം അങ്ങ് ഉണ്ടാക്കി. അതിനെ 2 കൊരിന്ത്യർ 11 വിളിച്ച മറ്റൊരു സുവിശേഷം. അതാ 2 കൊരിന്ത്യർ 11 വിളിച്ചത് മറ്റൊരേശു, മറ്റൊരാത്മാവ്. ഹൃദയ രൂപാന്തരം വരുത്തുന്ന സുവിശേഷത്തെ കുറിച്ച് പറ, ഇങ്ങനെ ഇരിക്കും. പ്രത്യാശയുണ്ട് ബ്രദറെ, ഇങ്ങനെ ഇരിക്കും. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. അത് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഈ ലോകത്തിലെ കാര്യങ്ങൾ ചില പേപ്പർ നീങ്ങുന്നതായി ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ചില രാജ്യത്തിന്റെ നിയമം നിനക്ക് വേണ്ടി മാറ്റി നിന്നെ പറപ്പിക്കും. ഹല്ലേലൂയ. പ്രാക്കളെ പോലെ നമ്മൾ പറക്കാൻ പോവുക ദൈവത്തിന്റെ വരവിങ്കൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തു പറ്റി സുവിശേഷത്തിന്? പലരും ചിന്തിക്കുന്നത് യേശുവെന്നുള്ളത് ഒരു അത്ഭുത സിദ്ധി ചെയ്യുന്ന ഒരു മിറക്കിൾ വർക്കർ. പലരും ചിന്തിക്കുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതത്തിനുള്ള ഒരു ഉപാധി. പലരും തെറ്റിദ്ധരിച്ച പരിശുദ്ധാത്മാവ് കേവലം കുലുങ്ങുന്നതും കൈയടിക്കുന്നതും അല്ല. യഥാർത്ഥ സുവിശേഷത്തിലേക്ക് എന്നെ നടത്തുന്നതാ പരിശുദ്ധാത്മാവ്. സുവിശേഷത്തിന്റെ സത്തിൽ എന്നെ ജീവിക്കാൻ ഒരുക്കുന്നതാ പരിശുദ്ധാത്മാവ്. കൈയടിപ്പിക്കുന്നത് മാത്രമല്ല, പാപത്തിന്റെ പ്രലോഭനങ്ങളെ തോൽപ്പിക്കാൻ എന്നെ സഹായിക്കുന്നതാ ആത്മാവിന്റെ ശക്തി.